ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. ഇന്ന് ഒരല്പസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത് വേദപുസ്തകത്തിലെ ഒരു അപൂർവ സംഭവത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ഒരു അപൂർവ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അപ്പം ഇതൊരു അപൂർവമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഈ കുളത്തിൻ്റെ 5 മണ്ഡപങ്ങളിലായിട്ട് അനേക രോഗികൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇവർ കിടക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ആ കുളത്തിലെ വെള്ളം ചില സമയത്ത് ഒരു ദൂതൻ വന്ന് കലക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൂതൻ വന്ന് വെള്ളം കലക്കി കഴിഞ്ഞാൽ, ആ കലങ്ങുന്ന വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്നവൻ ആരാണെങ്കിലും, അവിടെ കിടക്കുന്ന രോഗികൾ എന്ന് പറയുന്ന പല വിധത്തിലുള്ള രോഗികളാണ്. അതിൽ കുരുടരുണ്ട്, മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്, ഇങ്ങനെ പല രോഗങ്ങളുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏത് രോഗിയാണെങ്കിലും ആദ്യം ആ കലങ്ങിയ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ കലക്കവെള്ളത്തിൽ ഇറങ്ങുന്ന വ്യക്തിക്ക് രോഗസൗഖ്യം വരും എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള ആശ്ചര്യകരമായ കാര്യം എന്ന് പറയുന്നത്, മുടന്തരെയും കുരുടരെയും ക്ഷയരോഗികളെയും എല്ലാം മറ്റു വ്യാധികളായിരിക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു കലക്കവെള്ളം. അതായത് ഈ കലക്കവെള്ളത്തിന് മുടന്തരെ നടത്താൻ കഴിയും, കുരുടരെ കാണുമാറാക്കുവാൻ കഴിയും. അതുപോലെ മറ്റു ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവനെ ആ വ്യാധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു കലക്കവെള്ളം. അപ്പോൾ ഈ കലക്കവെള്ളം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കലക്കവെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് വേദപുസ്തകത്തിലുള്ള ഒരു സംഭവമാണല്ലോ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് ദൈവികമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ കലക്കവെള്ളത്തിലിറങ്ങിയ സൗഖ്യം പ്രാപിക്കുന്ന കാര്യം ദൈവികമല്ല എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 2 കാര്യങ്ങൾ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ അത് ഈ മലയാള വേദപുസ്തകത്തിൽ ഇത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അതിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ വായിക്കാം. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കൊടുത്തേക്കുന്നത്. അത്രയും ഭാഗം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നത്, അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അത്രയും കാര്യവും ബ്രാക്കറ്റിലാണത്. അപ്പോൾ 2 കാര്യങ്ങൾ 2 ബ്രാക്കറ്റിനകത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഈ വേദപുസ്തകത്തിൽ വേറെയും ചില കാര്യങ്ങൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാദ്യം ഈ മൂലഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ അതില്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ കാര്യങ്ങളാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആദ്യം വേദപുസ്തകം എഴുതുന്ന സമയത്ത് അതിലില്ലാതിരുന്നതും പിന്നീട് അതിലേക്ക് കൂട്ടിച്ചേർത്തതുമായ കാര്യങ്ങളായിട്ടാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പം ഇവിടെ ആദ്യം ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്ഷയരോഗികൾ, കുരുടര്, മുടന്തര്, വ്യാധിക്കാർ ഇങ്ങനെ വലിയൊരു കൂട്ടം കിടന്നിരുന്നു എന്നാണ് ആ വാക്യം ശരിക്കും. അങ്ങനെ വലിയൊരു കൂട്ടം കിടന്നിരുന്നു. എന്നാൽ എന്തിനാണ് കിടന്നത് എന്നുള്ള കാര്യം പിന്നീടാണ് എഴുതി ചേർത്തത്. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു, വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു എന്നാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ കിടന്നതിൻ്റെ ഈ വെള്ളം ഇളക്കുന്നത് എങ്ങനെയാണെന്നാണ് പിന്നീട് കൂട്ടിച്ചേർത്തത്. അതായത് ഒരു ദൂതൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം കലക്കും. അത് പിന്നീട് കൂട്ടിച്ചേർത്ത കാര്യമാണ്. ആദ്യം എഴുതിയ മൂലഗ്രന്ഥത്തിൽ അതില്ല, പിന്നീട് അതിൽ കൂട്ടിച്ചേർത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണത് മലയാള വേദപുസ്തകത്തിൽ അത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പിന്നീട് ചേർത്തതാണ്. ഒന്ന്, വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് എന്നുള്ളതും ദൂതൻ വന്ന് ആ വെള്ളം കലക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതും രണ്ടാമത് അല്ലെങ്കിൽ പിന്നീട് ചേർത്ത കാര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളത്തിൽ ഇങ്ങനെ ഒരു ദൂതൻ വന്ന് വെള്ളം കലക്കുകയും അതുപോലെ തന്നെ ആ കലങ്ങിയ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ കുരുടനാണെങ്കിൽ അവൻ കാഴ്ച പ്രാപിക്കും, മുടന്തനാണെങ്കിൽ അവൻ നടക്കും, മറ്റേ ക്ഷയരോഗിയാണെങ്കിൽ അവൻ്റെ ക്ഷയരോഗം മാറും. അങ്ങനെ എന്ത് രോഗമാണെങ്കിലും അത് അവന് മാറിക്കിട്ടും. ഇനി അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ആ സംഭവം ദൈവികമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമകാലത്തും പഴയ നിയമകാലത്തും, അതായത് യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പും ദൈവം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു വന്നതിന് ശേഷവും യേശുക്രിസ്തുവിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരാശ്ചര്യമാണ് ഈ കുളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണത് ദൈവികമല്ല എന്ന് പറയുന്നത്. എന്താണ് ഈ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് പഴയ നിയമകാലത്ത് നടന്ന അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്, അത് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ആ അത്ഭുതങ്ങൾ ചെയ്തത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ ദൈവം ഒരുക്കുവാൻ പോകുന്നു എന്നും, ജാതികളെയും ദൈവഭക്തി ഇല്ലാത്ത യഹൂദരെയും ദൈവം ശിക്ഷിക്കാൻ പോകുന്നു എന്നും കാണിക്കുന്നതായ ശിക്ഷാപരമായ അത്ഭുത പ്രവൃത്തികളാണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്തിനു മുമ്പുണ്ടായിരുന്ന വീര്യപ്രവൃത്തികൾ. ദൈവം പ്രവർത്തിച്ചത് ഒരു ശിക്ഷാപരമായ ഒരു അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളുമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിന് നേരെ എതിരായിട്ട് ഒരു ശിക്ഷാപരമായ നടപടികളായിട്ടല്ല യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ച അത്ഭുതങ്ങളെല്ലാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അനേക വ്യക്തികൾക്ക് ആശ്വാസകരമായും സഹായകരമായും വിടുതലായും ചെയ്ത അത്ഭുതങ്ങളാണ് യേശുക്രിസ്തു ചെയ്തത്. യേശുക്രിസ്തു പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പലതരത്തിലുള്ള അത്ഭുതങ്ങളെല്ലാം ചെയ്തപ്പോൾ അതാ വ്യക്തിക്ക്, ഓരോ വ്യക്തിക്കും അത് ആശ്വാസകരമായും അത് സഹായകരമായും അവൻ്റെ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലായും ലഭിച്ചു, അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്നാൽ പഴയ നിയമകാലത്ത് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നടന്ന അത്ഭുതങ്ങളൊന്നും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സഹായകരമായിട്ടോ അല്ലെങ്കിൽ അവന് ആശ്വാസകരമായിട്ടോ ചെയ്ത വീര്യപ്രവൃത്തികളല്ല, മറിച്ച് അത് വരാൻ പോകുന്ന ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ട് ജാതികളെയും മത താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്ത യഹൂദന്മാരെയും ശിക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെയ്ത അടയാളമാണ്. അപ്പം പിന്നീട് ഭാവിയിൽ ശിക്ഷയുണ്ടാകുമെന്ന് കാണിക്കാനുള്ള
ശിക്ഷണപരമായ അടയാളങ്ങളാണ് പഴയ നിയമകാലത്ത് ചെയ്തത്. എന്നാൽ പുതിയ നിയമകാലത്ത് ഒരു ശിക്ഷണപരമായ അടയാളങ്ങളല്ല കാണിക്കുന്നത്, മറിച്ച് ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മയുടെ അടയാളമായിട്ടാണ് പുതിയ നിയമത്തിലെ അടയാളം കാണിക്കുന്നത്, അല്ലെങ്കിൽ അത്ഭുതം കാണിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ അത്ഭുതവും പഴയ നിയമത്തിലെ അത്ഭുതവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിലെ അത്ഭുതം വരാൻ പോകുന്ന ശിക്ഷ, വളരെ വലിയ ശിക്ഷ വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന അടയാളങ്ങളാണെങ്കിൽ പുതിയ നിയമത്തിൽ ആശ്വാസകരമായ അടയാളങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നടന്ന ആശ്ചര്യകരമായ കാര്യമാണ് ഈ കുളത്തിലെ സംഭവം. അപ്പോൾ അതായത് ഈ യേശുക്രിസ്തു അവിടെ വന്നിട്ട് ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. ആ മനുഷ്യൻ 38 വർഷം രോഗിയായിരുന്ന മനുഷ്യനാണ്. 38 വർഷം അവൻ രോഗിയായിരുന്നു. അതായത് യേശുക്രിസ്തുവിന് 33 വയസ്സേ ഉള്ളൂ, ആ രോഗിക്ക് 38 വയസ്സുണ്ട്. അപ്പോൾ അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിനും 5 കൊല്ലം മുമ്പ് അവൻ രോഗിയാണെന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ 38 വർഷമായിട്ട് കുളത്തിൻ്റെ കരയിൽ കിടക്കുവാണെന്നല്ല പറഞ്ഞേക്കുന്നത്. 38 വർഷം അവൻ രോഗിയായിരുന്നു, പക്ഷെ അവൻ ഇപ്പോൾ നിലവിൽ കുളത്തിൻ്റെ കരയിലാണ് കിടക്കുന്നത്. അപ്പോൾ യേശു അവനെ കാണുന്നു. ഇങ്ങനെ ഏറിയ കാലമായി അവൻ രോഗിയായിരിക്കുന്നു എന്ന് യേശു അറിയുന്നു. ഉടനെ അവനോട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ അന്നേരം കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. അപ്പോൾ വെള്ളം കലങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വെള്ളം കലങ്ങുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദപുസ്തകത്തിൽ ബ്രാക്കറ്റിനകത്ത് രണ്ടാമത് അത് ചേർത്ത് എഴുതിയിരിക്കുന്നത്. രണ്ടാമത് ചേർത്ത് എഴുതിയ കാര്യമാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പോൾ വെള്ളം കലങ്ങുമ്പോൾ ഇറങ്ങി ചെല്ലണം, അവനെ ഇറക്കാൻ ആരുമില്ല. അപ്പോൾ ഈ വെള്ളം കലങ്ങുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മൂലഭാഷയിലുള്ള വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിന്നീട് ഈ വെള്ളം കലങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി പിന്നീട് എഴുതി ചേർത്തതാണ് എന്നാണ് പല വേദപണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇനി വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്തായാലും അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, അല്ലെങ്കിൽ ഈ രോഗങ്ങളൊക്കെ സൗഖ്യമാകും എന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കട്ടെ. പക്ഷെ അത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവികമായ ഒരത്ഭുത പ്രവൃത്തിയല്ല എന്നുള്ളതാണ്. കാരണം ദൈവികമായ അത്ഭുത പ്രവൃത്തികൾ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും പിന്നിലുള്ള ദൈവിക ഉദ്ദേശം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ ഈ ഉദ്ദേശത്തോടു കൂടിയല്ല ഈ കുളത്തിലെ അത്ഭുതം നടന്നത് എന്നുള്ളത്. അതുകൊണ്ടത് ദൈവത്താൽ സംഭവിച്ച അത്ഭുതമല്ല എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ കുളത്തിലിറങ്ങി ഒരാൾ സൗഖ്യം പ്രാപിച്ചതായിട്ട് വേദപുസ്തകത്തിൽ സാക്ഷ്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നും അറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ രണ്ട് കാലഘട്ടത്തിലും രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. അപ്പോൾ ഈ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ കുളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ഈ ലോകത്തിൽ ഇതുപോലെ തന്നെ പലയിടത്തും പല അത്ഭുതങ്ങളും നടന്നു എന്നും പറഞ്ഞ് നമ്മൾ കേട്ടുകഴിവുണ്ട് നമുക്ക്. ഇന്നയിടത്ത് ഇന്ന ദേവാലയത്തിൽ അത്ഭുതം നടക്കുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന നദിയിൽ അത്ഭുതം നടക്കുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന മലയിൽ അത്ഭുതം നടക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഈ തലമുറയിലും പല സ്ഥലങ്ങളിലും പല അത്ഭുതങ്ങളും നടക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ വന്ന ഒരത്ഭുതമായിരിക്കാം അത്. അല്ലാതെ അത് ദൈവത്താൽ നടന്ന ഒരത്ഭുതമല്ല എന്നാണ് നമുക്ക് വേദവസ്തം വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച പഴയ നിയമകാലത്ത് അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ ഉദ്ദേശവും പുതിയ നിയമകാലത്ത് അതായത് യേശുക്രിസ്തു വന്നതിന് ശേഷം അത്ഭുതം പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഈ കുളത്തിൽ നടന്നു എന്ന് പറയുന്ന അത്ഭുതം ദൈവികമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്
അത് ദൈവികമാണ് എന്ന് നമുക്കിങ്ങനെ അന്ധമായി വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അത് ദൈവികമാണെന്ന് നാം ചിന്തിക്കരുത്. ദൈവികമല്ലാത്ത അത്ഭുത പ്രവൃത്തികളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പൈശാചികമായ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരത്ഭുത പ്രവൃത്തികളും ദൈവികമല്ലാത്ത ഒരത്ഭുത പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസഹോദരന്മാരെ, ഇതിൻ്റെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.